ആദ്യം തന്നെ ഞാൻ രഞ്ജനിലേക്ക് കടക്കാം. അതായത് രഞ്ജന്റെ ഒരു 2018 നമ്മുടെ ജോസഫ് സിനിമ വന്നോടുകൂടി ആ ഒരു മ്യൂസിക് കരിയറിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. എല്ലാവരും ഏറ്റെടുത്ത കുറേ നല്ല പാട്ടുകൾ ആ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചു. സോ എങ്ങനെയായിരുന്നു, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അതിനുശേഷം ഈ ഒരു സക്സസ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്തൊക്കെയായിരുന്നു ആ വിശേഷങ്ങൾ? ഞാൻ ഒരു പാട്ടുകാരനായിട്ട് റിയാലിറ്റി ഷോയിലൂടെ തുടങ്ങിയ ആളാണ് 2007. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇതല്ല ഞാൻ പോകേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് ഡയറക്ഷന് വേണ്ടി ഒരു ആഡുകൾ ചെയ്യാൻ വേണ്ടി, ഡിവോഷണൽ സോങ്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അമ്പലങ്ങളിൽ പോകും. അവിടുത്തെ കമ്മിറ്റിയോട് സംസാരിച്ചിട്ടുണ്ട്, ഡിവോഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആഡ് ഫിലിം ചെയ്യുന്ന ചെറിയ ചെറിയ കമ്പനി, അപ്പോൾ ആ പരസ്യങ്ങൾ ഒരുപാട് 2010, 2011 സമയങ്ങളിലൊക്കെ 11, 12 എനിക്ക് തോന്നുന്നു 1000-നോളം അടുത്ത് ഞാൻ ഈ പരസ്യങ്ങളും ഷോർട്ട് ഫിലിംസ് ആയിട്ടും അല്ലെങ്കിൽ പല ചാനലുകളുടെ പ്രൊമോകളായിട്ടും ഒക്കെ ചെയ്തിട്ടാണ് അത് കാണിച്ചു കൊടുത്ത് ഒരുപാട് ഡയറക്ടേഴ്സിന്റെ മുന്നിൽ പോയി നമ്മൾ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമാവണമെന്നില്ലല്ലോ. ഇല്ല, അപ്പൊ നമ്മളിത് ഓരോ ചെറിയ ആഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ പ്രൊഫൈലാണ്, ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഓരോ ആഡും ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇറ്റ് വാസ് എ ഹ്യൂജ് ഹെവി ജേർണി ഒരു 2018 വരെ. എപ്പോഴെങ്കിലും നമുക്ക് അയ്യോ ഇതൊരു വേണ്ട, നമ്മൾ പഴയതുപോലെ തന്നെ പാട്ട് തന്നെ പാടാം അടുത്തു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഭഗവാനെ ഭാവിയിൽ ഈ സിനിമയിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ടല്ലോ, ഭഗവാനെ പ്രൊഡ്യൂസ് ചെയ്യാം ഭാവിയിൽ. പക്ഷെ അതുപോലെ എനിക്ക് വേണ്ട, എനിക്ക് മ്യൂസിക് ഡയറക്ഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റണേ, അതിലെനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റണേ, അതിൽ എനിക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് കവറപ്പ് ചെയ്ത് എല്ലാ ഭാഷകളിലും എന്നും സസ്റ്റെയിൻ ചെയ്യുന്ന ഹിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റണമെന്ന് മാത്രമേ ഞാൻ ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. പണ്ടും ഇനി നാളെ അങ്ങനെ തന്നെ ചെയ്യും. കൃത്തിക അതായത് ബാലതാരമായിട്ട് വന്നു, ഇപ്പൊ ഭയങ്കര തിരക്കുള്ള ഒരു നായികയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിലെ മുതല് എനിക്കൊരു സിനിമാ നടി ആവണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അയ്യോ അല്ല. പിന്നെ എന്തുവായിരുന്നു? ലളിതമായ ഉത്തരം, പാട്ടായിരുന്നു മെയിൻ. ആക്ച്വലി പാട്ടായിരുന്നോ? ഞാൻ സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളെ അല്ല. ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, വേണമെങ്കിൽ ഇപ്പഴേ നമുക്കൊരു ഞാൻ അവിടുന്ന് പാടുന്ന പറഞ്ഞപ്പോ സമാധാനം, ഞാൻ സപ്പോർട്ട് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പൊ പാട്ടൊക്കെ തീരെ പ്രാക്ടീസ് ചെയ്യാറില്ല, അതൊരു വേറെ കാര്യം. അങ്ങനെ ഒരു ആഗ്രഹം വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് ഏതെങ്കിലും പാട്ടുകാരിയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണോ? അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ ഒരു 5 years, ഒരു 5 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു അധികം. വലിയ കാര്യമായിട്ട് ഒന്നും മിണ്ടാൻ പറ്റില്ലായിരുന്നു. ഓ അത് ശരി. പിന്നെ അതിന് ശേഷം അമ്മ ഇങ്ങനെ ഗുരുവാരമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഒരു മാഷിൻ്റെ അടുത്ത് പാട്ടിന് ചേർത്തു, വെങ്കടേശ്വര മാഷിൻ്റെ അടുത്ത്. അങ്ങനെയാണ് പാട്ട് പാടാൻ തുടങ്ങിയത്. അപ്പം അമ്മയ്ക്കും അച്ഛനും പാട്ടെന്ന് ചോദിച്ചാൽ അത്രയും ജീവനുള്ളൊരു കാര്യമാണ്. അതിന് ശേഷം പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമീനായിട്ട് കുറച്ചു കാലം സ്വാമിയുടെ അവസാന കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതൊരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക് കിട്ടിയത് ലൈഫിൽ. ഇപ്പോഴും അമ്മയ്ക്ക് ആക്ടിങ്ങിനും കാട്ടിയും കൂടുതൽ ഞാൻ ഒരു സിംഗർ ആവണമെന്നാണ്. പക്ഷെ എനിക്കിപ്പോ പാട്ട് തീരെ പ്രാക്ടീസ് ചെയ്യാറില്ല, കാരണം സമയം കിട്ടാറില്ല. കോളേജും സംസാരിക്കില്ല എന്ന് പറഞ്ഞ അത് ബൈ ബർത്ത് അങ്ങനെയാണോ? അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു, തീരെ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം പിന്നെ പാട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം പാട്ടുകള് എന്തിനാ നിർത്തി, എപ്പോ നിർത്തി? സിനിമയിലും പിന്നെ അതേപോലെ പിന്നെ 10th, +1, +2 അത് കഴിഞ്ഞിപ്പോ കോളേജായി, തീരെ ടൈം കിട്ടില്ല. പിന്നെ എനിക്ക് ചെറിയ മടിയുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. ഓക്കെ, ഈ അതായത് നമ്മുടെ മലയാളികൾ ഒന്നടങ്കം പാടി നടന്ന ലാലേട്ടാ അതിലെ ഒരു മുഖമാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും കൃതിക എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതൊക്കെ അതിലൂടെ തന്നെ ആയിരിക്കും അല്ലേ? മഞ്ജു ചേച്ചിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആമിയില് വെച്ചിട്ടാണ് മഞ്ജു ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും മഞ്ജു ചേച്ചിയെ പോലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ നമുക്ക് ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും ആഗ്രഹിക്കണം. അമ്മോട് പറയുമ്പോ അമ്മ കളിയാക്കും, അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ അമ്മ? രഞ്ജന്റെ ഫാമിലിയെ പറ്റി ഒന്ന് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യൂ. എൻ്റെ ഫാമിലി, അമ്മ ഇപ്പം എൻ്റെ കൂടെ ഇല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അമ്മ മരിച്ചുപോയി, 2018 ജോസഫിന് മുന്നേ. പിന്നെ അച്ഛൻ പാലക്കാടാണ്, സിസ്റ്റർ പുറത്താണ്, ഗൾഫിലാണ്, ദുബായിലാണ്. പിന്നെ വൈഫ്, ഇപ്പൊ എനിക്ക് മോനുണ്ട്, ഇന്ദ്രനീൽ എന്നാണ് അവന്റെ പേര്. നീലൻ, നീലൂട്ടൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ അവനാണ് ഇപ്പോഴത്തെ നമ്മുടെ ഹാപ്പിനെസ് അല്ലേ, ഇപ്പൊ ടൈം പാസ്. എന്തെങ്കിലുമൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി. ഞാൻ എന്റെ സ്റ്റുഡിയോന്റെ തൊട്ട് താഴെ തന്നെയാണ് എന്റെ താമസവും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഓടി. അപ്പൊ നീലൻ എത്ര വയസ്സായി? ഇപ്പൊ 9th month, 8 മാസം കഴിഞ്ഞു, 9ാം മാസം നടക്കും. അപ്പൊ അതുകൊണ്ട് അതന്നെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്കിനിടയിൽ ഓടിപ്പോയി നീലന്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ 10ാം വളവിലെ ശ്വാസികയ്ക്കുള്ള പാട്ടല്ലേ, അതല്ല അതിഥിയാണ് ആ പാട്ട്. ആ പാട്ട് കുറച്ച് ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോ ആ പാട്ട് ചെയ്യുന്ന സമയത്ത്
സമയത്ത് ഒക്കെ നീലന്റെ ഒരു പ്രസൻസ് ഉണ്ട് എനിക്ക് ഓൾവേസ്. Okay. ശരിക്കും ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? അതായത് അവര് അപ്പൊ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഒക്കെ അവരുടെ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്നതായിരിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും അത്. നമ്മൾ മനഃപൂർവ്വം ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് പോകുന്ന മാനസിക പ്രശ്നങ്ങൾക്കനുസരിച്ച് പാട്ടുണ്ടാവുക, അതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെ സംഭവിക്കും. നമ്മളറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നമ്മുടെ വിഷമങ്ങൾ ഉണ്ടാവും, നമ്മുടെ സന്തോഷങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ആകുലതകൾ ഉണ്ടാവും. എവറിഥിങ് കണക്റ്റഡ് ആണ്. ഒരു പൂമുത്തോളം അങ്ങനെ തന്നെയായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മയുടെ ഒരു പ്രസൻസ് പൂമുത്തോളിൽ ഉണ്ട്. അത് അമ്മയുടെ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ആ പാട്ടിലുണ്ട്. അത് അമ്മ പോയി ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് കമ്പോസ് ചെയ്യേണ്ടി വന്ന പാട്ടാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ കമ്പോസർ ആവുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ബ്ലെസ്സിങ് കൊണ്ടാണ് ഇത്രയും ഹ്യൂജ് ഹിറ്റ് എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു. അമ്മ എന്നെ കൊണ്ട് പലരും പറയും, താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും മേലെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിനക്ക് അത്രയും വലിയൊരു ഹ്യൂജ് ഷിഫ്റ്റ് നിന്റെ ലൈഫിൽ കിട്ടിയത്. ഞാനിപ്പോ നീലം വന്നപ്പോൾ അത് അമ്മ തിരിച്ചു വന്നു തന്നെയാണ്. അമ്മയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട് അവനെ. അപ്പൊ ഞാനത് അമ്മയായിട്ട് തന്നെയാണ് അവനെ കാണുന്നത്. ഓക്കെ, അപ്പൊ നീലനും ഇപ്പൊ ഇത് കാണില്ലല്ലോ, അപ്പൊ പിന്നീട് എപ്പോഴെങ്കിലും യൂട്യൂബിൽ കാണുമ്പോൾ എന്റെ വക ഒരു ഹായ് ഇരിക്കട്ടെ. വൈഫിന്റെ പേര് താരാന്നാണ് വിളിക്കുന്നത്. ശില്പ എന്നാണ് പേര്. ശില്പ എന്നാണ് പേര്. ശരി, ഈ കൃതികയുടെ ഫാമിലിയില് സിനിമ റിലേറ്റഡ് ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് എങ്ങനെ സപ്പോർട്ട് ആയിട്ടുണ്ട് ഈ ഒരു കരിയറിലേക്ക് വരാൻ? സിദ്ധു അങ്കിൾ. അതെ, സിദ്ധു പനക്കൽ. സിദ്ധു അങ്കിളാണ് എന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിലാളി വീരനായിരുന്നു ഫസ്റ്റ് മൂവി. പിന്നെ അവിടുന്ന് ഞാൻ സ്വയം ചെയ്യണമെന്ന് ആള് സിദ്ധു അങ്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. പിന്നെ അവിടുന്ന് നമ്മള് പതുക്കെ ഈ രഞ്ജന്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ OTT സിനിമകളുടെ ഒരു കാലമാണല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ തിയേറ്റർ സിനിമകളും. അപ്പൊ ഇതിൽ രണ്ടിലും മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾ തമ്മിലുള്ള ഒരു, അതായത് ഇപ്പൊ ക്വാളിറ്റിയിലാണെങ്കിലും ഔട്ട് വരുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിയേറ്റർ പടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാവൽ തിയേറ്റർ മൂവിയായിരുന്നു. ഡെഫിനറ്റ്ലി തിയേറ്ററിന് വേണ്ട ആ ഒരു മാസ് മൂവിയായിരുന്നു. അതിൽ ആ ഒരു കുറേ വലിപ്പമുണ്ട്, ക്യാൻവാസ് ഉണ്ട്. കാരണം തിയേറ്ററിന് വേണ്ടി ഒരുക്കപ്പെട്ട മൂവിയാണ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴൊക്കെ അത് മനസ്സിലുണ്ട്. പക്ഷെ കാണക്കാണെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അത് OTTക്ക് വേണ്ടി കൺസീവ് ചെയ്യപ്പെട്ട, OTTക്ക് വേണ്ടി എഴുതപ്പെട്ട, അതിനനുസരിച്ച് സംവിധാനം ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത പടമാണ്. ആ ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം തിയേറ്ററിൽ വരുന്ന ഓഡിയൻസ് ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ആ ഒരു എൻട്രി അത് കാണാൻ വരുന്നവരെ നമുക്ക് ഒരിക്കലും ഒരു പൊടിക്കൂല നിരാശപ്പെടുത്തരുത്. അപ്പോൾ ആ ഒരു പവർ അതിലുണ്ടാവണം. കണക്കാണെങ്കിൽ വേറെ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ഒരു വലിയ ബിഗ് സ്പേസ് ഉണ്ടായിരുന്നു OTT മൂവിയും കൂടെ ആയതുകൊണ്ട്. ശരി, നമുക്ക് അതായത് കാവലൻ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ല. അപ്പൊ അതിലേതെങ്കിലും ഒരു സോങ് നമുക്ക് വേണ്ട ഒരു പല്ലവി അനുഭവം. കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലായി, ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ, എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലായി. ഫീലുള്ള ഒരു സോങ് തന്നെയായിരുന്നു.